വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്ന് നമ്മൾ എന്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നല്ലേ? ഇന്ന് സത്യത്തിൽ ഞാനല്ല കുക്ക് ചെയ്യുന്നതും ഒന്നും. അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചി ഒരു കറി വെക്കാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു, പണ്ടുള്ള ആൾക്കാരൊക്കെ വെക്കുന്ന കൂട്ടാനും കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ ഇപ്പം തന്നെ ബാക്ക് അടിച്ച് പൊക്കോട്ടോ. അപ്പോൾ അതെ, അമ്മച്ചി ഇന്ന് വെക്കാൻ പോകുന്നത് ചീരത്തണ്ടില്ലേ, ചീരത്തണ്ടും എന്തോ ഈ കാച്ചിൽ അതൊക്കെ ഇട്ടിട്ട് ഒരു അവിയൽ വെക്കാൻ പോവാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ചീരത്തണ്ടൊന്നും ഇട്ട അവിയലൊന്നും, എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ പുള്ളിക്കാരി പണ്ട് ഞാൻ കൊച്ചൊക്കെ ആയിരുന്ന സമയത്ത് ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് ഇതുപോലൊക്കെയുള്ള എന്തൊക്കെയോ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ വാരി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, അതിലൊന്നും ഒത്തിരി മസാലയോ അല്ലെങ്കിൽ ഒത്തിരി ഈ പറയുന്ന പോലെ സോസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടല്ല, പക്ഷെ നല്ല യമ്മി അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്കതിൻ്റെ കറക്റ്റ് കൂട്ടറിയാം. അപ്പോൾ ഞാൻ അമ്മച്ചി എന്തായാലും ഇരുന്നിട്ട് അമ്മച്ചിയുടെ വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ പോലെ ചിലരൊക്കെ കാണുമല്ലോ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, കാരണം എല്ലാം പണ്ടത്തെ രീതിയിൽ പണ്ടത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് പേർക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നു, ഈ അമ്മച്ചി എൻ്റെ ആരാന്ന്. സത്യത്തിൽ എൻ്റെ റിലേഷനിൽ, അതായത് എൻ്റെ ബ്ലഡ് റിലേഷനോ അങ്ങനെയൊന്നും അല്ല, എൻ്റെ നെയ്ബറാണ്. പക്ഷെ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് അമ്മച്ചീനെ സ്വന്തം പോലെ കരുതി, ഞങ്ങളെ അമ്മച്ചി സ്വന്തം പോലെ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമായിട്ടിരിക്കും. അമ്മച്ചി ഇവിടെ ഉള്ളപ്പോൾ എല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പിടിച്ചിരുത്തും, വീട്ടിൽ കിടക്കാൻ പറയും, അങ്ങനെ ഒരു കുടുംബം പോലെയൊക്കെ കഴിയാറുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ മക്കളൊക്കെ വിളിച്ചാലും, ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അമ്മച്ചി പോവില്ല കേട്ടോ. അമ്മച്ചിക്ക് 3 പെൺമക്കളാണ്. 3 പേരെ അമ്മച്ചി പണിക്കൊക്കെ പോയി, ജോലിക്കൊക്കെ പോയി, അവരെ പഠിപ്പിച്ച്, കല്യാണമൊക്കെ ഒത്തിരിയൊന്നും പഠിച്ചൊന്നുമില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ അന്നത്തെ കാലത്തൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പോൾ അവരുടെ മക്കളൊക്കെ പഠിച്ച് അവർക്കും കൊച്ചുമക്കളൊക്കെ ആവാറായി, അത്രേ ഇതായി. അപ്പോൾ അവരുടെ വീട്ടിലൊന്നും അമ്മച്ചി പോയി നിൽക്കില്ല കേട്ടോ. പോയി നിന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ വിളിക്കും, ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം വിളിക്കും, മോനെ എനിക്കങ്ങ് വരണമെന്നാ വെപ്രാളം കയറുക, നിങ്ങളെയൊക്കെ കാണണം, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങ് പോരും കേട്ടോ. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇവിടെയാണ് അടക്കം ചെയ്തത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്ക് അത് എന്തൊരു ഇൻറ്റിമസിയാണെന്ന് നോക്കി, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എപ്പോൾ പോയാലും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ എൻ്റെ നാണുവച്ചൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നാണുവാശാരി, എൻ്റെ നാണുവച്ചനെ ഇവിടെ അടക്കിയത്, ഞാൻ ഈ മണ്ണ് വിട്ട് എങ്ങോട്ടും പോകത്തില്ല. എന്തൊരു പ്യുവർ ലവ്. ഇന്നത്തെ പോലെ അന്നത്തെ കാലത്ത് ബീച്ചിൽ കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോയി കുറേ ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, അന്നൊന്നും ഇല്ല. ഉള്ളത് കൊണ്ട് എന്താ ഒരുമയുണ്ട്, എന്താ ഒലക്കപ്പുറത്തും കിട, അങ്ങനെയൊക്കെ ഒരു ചൊല്ലില്ലേ, അതുപോലെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹം ഇപ്പോഴും മരിച്ച് മണ്ണ് അടഞ്ഞിട്ടും എന്താ പറയുക, ഭയങ്കര സ്നേഹമല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഭയങ്കര ആത്മാർത്ഥതയോട് അമ്മച്ചീനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പം എല്ലാം മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നത്, കാരണം അമ്മച്ചി അവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഒത്തിരി കുക്ക് ചെയ്തൊക്കെ, അമ്മച്ചിയുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരിനെ ഞങ്ങൾ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അതൊരു സ്നേഹം, അല്ലാതെ നമ്മൾ വേറൊന്നും അല്ല അതിൽ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറയുക, എനിക്കിപ്പം എൻ്റെ വീട്ടിൽ ഗ്രാൻഡ് മദേഴ്സ് ആരും ഇല്ല, ഗ്രാൻഡ് ഫാദേഴ്സും ഇല്ല, ഗ്രാൻഡ് മദർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എനിക്കൊരു ഗ്രാൻഡ് മദർ, ഒരു മദർലി ഫീൽ തോന്നുന്ന ഒരാളാണ് അമ്മച്ചി. അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളെ മോളെ മക്കളെ എന്നൊക്കെ വിളിച്ച്, അതൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ ആരും വിളിക്കാനില്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെ, അമ്മച്ചി ചീരത്തണ്ടും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ ഒരു മത്തങ്ങയില, കുമ്പളങ്ങ, പിന്നെ ഒരു വഴുതനങ്ങ, പടവലങ്ങ, അതൊക്കെ അരിഞ്ഞ് നന്നായിട്ട് കഴുകി വാരിയെടുക്കുക കേട്ടോ. ഇത് അമ്മച്ചിയുടെ വീടാണ്. അമ്മച്ചിയുടെ മക്കളുടെ വീടൊക്കെ ഞാൻ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവരൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്ന. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അമ്മച്ചി ഇവിടെ വിട്ട് പോകത്തുമില്ല, ഇതിനകത്തൊട്ടൊന്നും ഒരു മിനുക്ക പരിപാടി ഒട്ട് ചെയ്യത്തുമില്ല, വീട് മെയിൻ്റനൻസ് ഒന്നും. എന്തിനാ മക്കളെ വെറുതെ, ഞാൻ ഇനി എൻ്റെ വയസ്സാങ്കാലത്ത് ഇവിടെ കിടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ. അവർ എത്ര നിർബന്ധിച്ചാലും അമ്മച്ചി പോകത്തൊന്നുമില്ല, അതാണ് സംഭവം. അങ്ങനെ അമ്മച്ചി ഇതെല്ലാം അരിഞ്ഞ് നന്നായിട്ട് കഴുകുക. അമ്മച്ചി ഇതിനിടയിൽ എന്നോടൊരു കോമഡി പറഞ്ഞു, എന്താണെന്നറിയോ, എൻ്റെ മോനെ എൻ്റെ കല്യാണത്തിന് പോലും എന്നെ കീഴും മേലും മറിഞ്ഞു നിന്നൊരു ഫോട്ടോഗ്രാഫർ ഇതുപോലെ വീഡിയോ പിടിച്ചിട്ടില്ല, ഇതിപ്പോൾ എങ്ങനെയൊക്കെ നിന്നാ എടുക്കുന്നതെന്നറിയാവോ.
അങ്ങനെ പുള്ളിക്കാരി ഇതെല്ലാം കഴുകി എന്തൊക്കെ ഉണ്ടെന്ന് പറയുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി. പിന്നെ എന്നിട്ട് പുള്ളിക്കാരി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ലിലൊക്കെ അരച്ച് ഒക്കെ ചെയ്യുന്ന തേങ്ങയൊക്കെ ചേർത്ത്. എനിക്കിതിൻ്റെ റെസിപ്പി സത്യമായിട്ട് നേരെ എനിക്കറിയില്ല, ഞാനിത് കണ്ട് മനസ്സിലാക്കാൻ നിൽക്കുന്ന ആളാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിലാണേലും ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലും എന്ത് വേണമെങ്കിലും ഓത്ത് നോക്കി സത്യസന്ധമായിട്ട് പറയുന്ന എൻ്റെ എന്താ പറയുക ഒരു ആൾ അമ്മച്ചിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാംഗോ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മച്ചി എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം അമ്മച്ചിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തത് പിന്നീട് കേട്ടോ, ഇല്ലെങ്കിൽ അത് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അല്ലേ മോനെ ഇതിന് ഇന്നത് കുറവാണ് അന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സത്യമായിട്ട് റിവ്യൂ കിട്ടുമല്ലോ. പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലൊന്നും അമ്മച്ചി അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് 1-2 കാര്യങ്ങളിലൊക്കെ എനിക്ക് ഈ സാമ്പാറൊന്നും വെക്കാൻ അധികം അറിയില്ല കേട്ടോ. എനിക്കൊന്ന് അതിനൊക്കെ ഉള്ളൂ. ബാക്കി എൻ്റെ എല്ലാ ഐറ്റംസും അമ്മച്ചി സൂപ്പറാന്ന് പറയാറുണ്ട്. മുഖത്ത് നോക്കി തന്നെ പറയും കൊള്ളത്തിൽ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യം. പിന്നെ ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അമ്മച്ചി മിക്കപ്പോഴും ഇവിടെ കാണും. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാം ശ്രദ്ധിക്കും. പുള്ളിക്കാരി എല്ലാം നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരും. ഇടയ്ക്കേ ഉള്ളൂ കേട്ടോ, എന്നും അമ്മച്ചി ഇപ്പം എൻ്റെ വീട്ടിലില്ല. അങ്ങനെ ലാസ്റ്റ് സവോളയും ഒരു ടൊമാറ്റോയും 2 ചില്ലിയും കൂടെ എടുത്തിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുക്കുക. അപ്പോൾ കറി എങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഇപ്പം പണ്ട് നമ്മൾക്കറിയാമല്ലോ എല്ലാം അമ്മിക്കല്ലിലൊക്കെ അരച്ചിട്ടാണ്. പക്ഷെ എനിക്കിപ്പോൾ അത്ഭുതം തോന്നുന്നു, നമ്മളൊക്കെ 2-3 പേരുണ്ടായിട്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും അമ്മിക്കല്ലിലൊക്കെ ഒന്ന് അരച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ എന്തോ മടിയാണെന്നറിയാമോ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് 10-16 പേരല്ലേ ഒരു കുടുംബത്തിൽ. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ഫുഡ് ഉണ്ടാക്കി പാത്രമൊക്കെ കഴുകി എന്തൊരു പണിയായിരിക്കും അല്ലേ അവരൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സുഖമാണ്. എനിക്ക് തോന്നുന്നു വേറെ ഒരു പരിപാടി അങ്ങനെ വലുതായിട്ടില്ല. ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുന്നു, അത് ആ പ്ലേറ്റ്സൊക്കെ കഴുകി വെക്കുന്നു, ബാക്കിയൊക്കെ നോർമലി നമ്മുടെ അമ്മമാർ ചെയ്യുന്നതാണ്. എന്നാലും എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ഈ പ്രായത്തിലും നന്നായിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പോഴും കല്യാണം കഴിച്ചൊക്കെ വിട്ടിട്ടും ഒത്തിരിയും കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടല്ലേ. അതെ. അപ്പോൾ ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എൻ്റെ ഇപ്പോൾ ഉള്ള കുറച്ച് നാളത്തെ മൊമെൻറ്റ്സും കൂടെ എനിക്കിനി, അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ്, അല്ലെങ്കിൽ കുറച്ച് ഒരു 1 ഇയർ എന്ന് പറയാം, അത്ര സമയം കൂടെ ഉള്ളൂ ഈ വീടും പരിസരവും ഒക്കെ എനിക്ക് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഞാനിപ്പം വേറൊന്നിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നില്ല. ഞാൻ മാക്സിമം എൻ്റെ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്യാണ്. മാക്സിമം എനിക്ക് സന്തോഷം കിട്ടുന്ന ആൾക്കാരുടെ കൂടി ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഹോംലി പേഴ്സൺ ഒന്നും അല്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 65% എന്ന് പറയാം. 100 എടുക്കുവാണെങ്കിൽ 65% എനിക്ക് വീട്ടിലാണ് കൂടുതലും എൻ്റെ സന്തോഷം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർക്കിലും ബീച്ചിലൊക്കെ പോയാലോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് ഔട്ടിങ്ങിന്, അല്ലെങ്കിൽ ഒരു മൂവിയൊക്കെ കാണാൻ വേണ്ടി പോയാലോ ഒക്കെ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ മെമ്മറബിളായിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ആ സന്തോഷത്തിൻ്റെ ഒരു എന്താ പറയുക, അത് നിലനിൽക്കുന്നത് വീട്ടിൽ എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ ഇരിക്കുന്നതും വർത്തമാനം പറയുന്നതൊക്കെയാണ്. അങ്ങനെ അമ്മച്ചി ഇതിനകത്ത് ആദ്യം ചേർത്തുന്നത് മഞ്ഞളും മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അമ്മച്ചി മറ്റേ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ കന്നാസി മേടിച്ച് വെച്ചേക്കോ കേട്ടോ. അതൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഈ ജനാലയൊക്കെ കണ്ടോ, കുഞ്ഞൊരു ജനാല, ഇതുവഴി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വീട് കാണാൻ പറ്റും കണ്ടോ. തൊട്ടപ്പുറം ഇപ്പുറമാണ് നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് കേൾക്കാനും പറ്റും. ഇനി തേങ്ങയൊക്കെ പൊട്ടിച്ച് അതിൽ അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഇവിടെ ഇരിക്കുന്ന പല കാര്യങ്ങൾക്കും 35-45 വർഷത്തേക്ക് പഴക്കമുണ്ട്. ഈ വിറകൊക്കെ അമ്മച്ചി, ഞാനിതൊക്കെ പണ്ട് കണ്ട സംഭവങ്ങളാണ്. ഇപ്പം കാര്യമില്ല, എനിക്കറിയില്ല, ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പാതകത്തിൻ്റെ അവിടെ ഇങ്ങനെ വിറകൊക്കെ വെച്ച് മഴ പെയ്യുന്ന നനവുള്ള വിറകായിരിക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ഈ നനവുള്ള വിറകൊക്കെ ആളും പേരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഊതിപ്പോവച്ച് കഴിക്കാൻ കൊടുക്കണ്ടേ അടുപ്പിൽ വെച്ച്. അപ്പോൾ ആ വിറകൊക്കെ ഉണങ്ങിയെടുത്താലേ അവർക്കത് കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു ശീലമൊക്കെ അമ്മച്ചി ഇപ്പോഴും ചെയ്യുന്നെന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പിന്നെ ഈ തവി കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരി ഇപ്പോഴും ഹസ്ബൻഡായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ആ തവി
അച്ഛൻ ഉണ്ടാക്കി കൊടുത്തതാണ്, ഈ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. ചിരട്ട ഇങ്ങനെ രാഗി സെറ്റാക്കി മറ്റേ തടിവിറകില്ലേ, എന്തോ അതിന് പറയും, തെങ്ങിൻ്റെ ഇതൊക്കെ വെച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൊരു തവിയ, അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കാം. അതാണ് അമ്മച്ചി ഉപയോഗിക്കുന്നതും. പിന്നെ ഈ ചിരവയുടെ കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ഈ ചിരവയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പുരാവസ്തു ഗവേഷണത്തിനൊക്കെ നമ്മൾ കയറി ചെന്ന അവസ്ഥ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നാൽ കണ്ടോ, വിറകൊക്കെ നല്ലതായിട്ട് അടുക്കി കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ വെച്ച് ഉള്ളത് അമ്മച്ചി നല്ല വൃത്തിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവരുടെ ഞാൻ പറഞ്ഞില്ലേ ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെ ഒത്തിരി പഴക്കമുണ്ട്. അമ്മച്ചിയുടെ ഞാൻ പറഞ്ഞില്ലേ മക്കളെയൊക്കെ വളർത്തി, അമ്മച്ചിയൊക്കെ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് തോന്നും. അമ്മച്ചിയുടെ മക്കളെയൊക്കെ എന്ത് കഷ്ടപ്പെട്ടോ, ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. കാരണം പിന്നെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ആ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ അത് ഭയങ്കര കുറച്ച് പേഴ്സണലാണല്ലോ, നമ്മൾ അതിപ്പോൾ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാനെല്ലാം കൂടെ പറയുന്നതും ശരിയല്ല. സോ അതുകൊണ്ട് എന്തായാലും നന്നായിട്ട് കഷ്ടപ്പെട്ട് തഴമ്പിച്ച കൈകളാണ് അതൊക്കെ. അങ്ങനെ ഇനി പുള്ളിക്കാരി എന്താ ചെയ്യുക, തേങ്ങയും കൊച്ചുള്ളിയും കൂടെ ഒക്കെ എന്തോ അരച്ച് എടുക്കുകയാണ്. അമ്മിക്കല്ലൊക്കെ നന്നായിട്ട് കഴുകി. അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മച്ചി ഈ ഒരു കഴിഞ്ഞ വർഷം വരെയും വീട്ടിൽ കിണറുണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കായിരുന്നു. ഈ ഇടയ്ക്കാണ് ആ ടാപ്പൊക്കെ വെച്ചതും. പിന്നെ ഗ്യാസൊന്നും അമ്മച്ചി ഒരു ഗ്യാസ് കുറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ ഉപയോഗിക്കും. കാരണം കൂടുതലും ഇടയ്ക്ക് മക്കളെടുത്ത് പോയി നിൽക്കും, 3 മക്കളല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലപ്പുറത്ത് സച്ചു വന്നതാട്ടോ, എന്തോ പാലെന്തോ ടൗണിൽ പോയി വാങ്ങിയിട്ട് വന്നപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവനെയും കൂടെ ഇടയ്ക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. ദെൻ അമ്മച്ചി ജീരകമൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ എത്ര വയ്യെങ്കിലും ഈ അമ്മച്ചിക്ക് 75 78 വയസ്സെന്തോ ആയി കേട്ടോ. പക്ഷെ കണ്ടാൽ അത്രയും പറയുമോ? ഇല്ല. അമ്മച്ചിയുടെ സ്കിന്നിൽ ഒരു കുരു വന്ന പാട് പോലും മുഖത്തെങ്ങും ഇല്ല. ഒരു നല്ല ക്ലിയർ സ്കിന്ന്. ആ ചുളുക്കം, ആ പ്രായത്തിൻ്റെ ചുളുക്കം അല്ലാതെ പുള്ളിക്കാരുടെ മുഖത്തൊന്നും ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല വൈറ്റ് ഹെഡ്സ് ആയിക്കോട്ടെ ഒന്നുമില്ല. എന്തൊരു ഗിഫ്റ്റഡ് സ്കിൻ ടോണൊക്കെ അമ്മച്ചിക്ക് അല്ലേ. എനിക്ക് അമ്മച്ചിയുടെ സ്കിൻ ടോൺ ഭയങ്കര ഇഷ്ടം. ഒരു ഗോൾഡൻ എന്താ പറയുക, ഒരു വാം അണ്ടർടോണാണ് അമ്മച്ചിയുടേത്. നല്ല സ്കിൻ കളറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി എന്തെങ്കിലും ഡ്രസ്സ് ഒത്തിരി ഒരുപാട് അങ്ങ് വെളുത്ത് ചോന്നൊന്നും അല്ല, നല്ല വെളുത്തതായിരുന്നു അമ്മച്ചി. പക്ഷേ ഈ വെയിലത്തൊക്കെ നിന്ന് ഒത്തിരി പണിയൊക്കെ ചെയ്തേ. ഞാൻ ഈ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അമ്മച്ചി ഇങ്ങനെ പറയേ, എൻ്റെ മക്കളെ ഇപ്പം എല്ലാം പോയി, പണ്ടൊക്കെ എന്തോരം വെളുത്തായിരുന്നു എന്നൊക്കെ. പിന്നെ അമ്മച്ചിയുടെ ഒരു ഗുഡ് ക്വാളിറ്റി ഞാൻ പറയട്ടെ, എവിടെ പോണെങ്കിലും ഇതിപ്പോൾ ജസ്റ്റ് താഴെ പീടിക വരെ പോണെങ്കിലും ഈ അമ്മച്ചി നന്നായിട്ട് കുളിച്ച് വീട്ടിലിരിക്കുന്ന പൗഡറൊക്കെ ഇട്ട് ക്രീമൊക്കെ തൂത്ത് മക്കളൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ. പിന്നെ നമ്മളും കൊടുക്കും കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ടൊക്കെ വരുമ്പം എല്ലാം കൊടുക്കും. അപ്പോൾ അമ്മച്ചി അതൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഒരു വട്ടപ്പൊട്ടും പൗഡർ വെച്ച് തന്നെ ഒരു കുറി, അതല്ല ചന്ദനം വെച്ചൊരു കുറിയൊക്കെ തൊടും. തലയിലിച്ചിരി നല്ലപോലെ കാച്ചെണ്ണയൊക്കെ തേച്ച് അമ്മച്ചി കാണുന്ന പോലെയല്ല, നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലായിരിക്കും അമ്മച്ചീനെ കാണുമ്പോൾ. പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രതിച്ഛായ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നല്ല വൃത്തിക്ക് എല്ലായിടത്തും പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണ് പുള്ളിക്കാരിയെ കാണാനും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ ഉറ്റ സുഹൃത്താണ് കേട്ടോ, ചങ്ങാതി എന്നൊക്കെ പറയുന്ന പോലെ. അവരൊരുമിച്ചായിരുന്നു പണിക്കൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് അമ്മച്ചിയായിട്ടുള്ളൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ കാലം മുതലേ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ അമ്മയും ഇവരുടെ ഈ അമ്മച്ചിയുടെ മക്കളും ഒക്കെ നല്ല കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. അവരുടെ മക്കളും ഞങ്ങളുമായിട്ട് നല്ല കൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വീട് പോലെ അങ്ങനെ. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊന്നും പോവോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും പോവാറേ ഇല്ല. എനിക്ക് എൻ്റെ അടുത്തുള്ളവരുടെ വീടിനകം പോലെ എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഓടി ചെല്ലുന്ന ഒരു സ്ഥലം അമ്മച്ചിയുടെ വീടാണ്. അതുകൊണ്ട് എനിക്ക് ആ വീട്ടിലെ ഓരോ സ്പേസും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്താ പറയുക, ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ട് കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അമ്മച്ചിയുടെ കയ്യിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട്. നമ്മളിങ്ങനെ അഡ്മയർ ആയിട്ടിരിക്കുന്ന ഒത്തിരി കഥകൾ, ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞു തരും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും എനിക്ക് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്നതാട്ടോ. നല്ല കറിയാണ് കേട്ടോ, അതിൽ നല്ല വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയൊക്കെ നല്ല ടേസ്റ്റ്.
നല്ല കറിയായിരുന്നു കേട്ടോ. എനിക്കറിയില്ല പുള്ളിക്കാരി ഇതിനെന്തോ ചേർത്തത്, ഒന്നും പറയത്തക്ക പോലെ ചേർത്തിട്ടില്ല. പക്ഷെ എന്തൊരു സ്വാദാണെന്നറിയാമോ. ഞാനൊന്നും വെച്ചാൽ ഇത്രയൊന്നും വരത്തില്ല എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. അപ്പോൾ അതെ വൈകിട്ട് ഞാൻ അമ്മച്ചി എൻ്റെ വീട്ടിൽ കൊണ്ടുവരും കേട്ടോ. വൈകിട്ട് അമ്മച്ചി ഏഷ്യാനെറ്റിൻ്റെ ആളാണ്. അമ്മച്ചിയും എൻ്റെ മമ്മി ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവരിരുന്ന് സംസാരിക്കും കേട്ടോ. ഏഷ്യാനെറ്റിലെ ഫുള്ള് ഇരുന്ന് സീരിയലും കാണാം. എന്തൊക്കെയോ ബിഗ് ബോസും കഴിഞ്ഞിട്ട് എന്തോ അയ്യപ്പൻ്റെ ഒരു സീരിയലുണ്ട്, അതും കണ്ടിട്ടേ കിടക്കും. അപ്പോൾ ഓക്കെ ബൈ.